സഞ്ജയ് മിത്ര, ബോംബെക്കാരനായ സഞ്ജയ് മിത്ര വൈശാലി എന്ന സിനിമയിലെ ഋഷ്യശൃംഗൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത്. താങ്കൾ ആരാണ്? ഏത് ആശ്രമത്തിൽ നിന്ന് വരുന്നു? ആദ്യ സിനിമയിലെ കഥാപാത്രം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 1989 ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ആരോമൽ ഉണ്ണി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു. പിന്നീട് ഏതാനും ചില ഹിന്ദി, തെലുങ്ക്, ബംഗാളി സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം 1997 പൂനിലാമഴ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നു. ഈ സിനിമയും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചിത്രത്തിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. പിന്നീട് അധികം സിനിമകളിലൊന്നും ഇദ്ദേഹം അഭിനയിച്ചില്ല. 2006 പുറത്തിറങ്ങിയ സ്മാർട്ട് സിറ്റി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിക്കുന്നത്. 2008 വൈശാലിയിലെ നായിക സുപർണ ആനന്ദുമായുള്ള വിവാഹമോചനത്തിന് ശേഷം തരുണയെ വിവാഹം ചെയ്തു. ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് ബിസിനസ്സുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ സഞ്ജയ് മിത്ര. ഇദ്ദേഹത്തിന് ഇപ്പോൾ 59 വയസ്സ് പ്രായമുണ്ട്. നടൻ ജോർജ് വിഷ്ണു താഹയുടെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങിയ 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലെ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് ജോർജ് വിഷ്ണു സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത്. ജഗദീഷ് ശ്രീകുമാർ, തിലകൻ തുടങ്ങിയ വലിയ താരനിരയുണ്ടായ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആ സിനിമയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ആദ്യ സിനിമയിലെ നായകവേഷത്തിന് ശേഷം 1998 മന്ത്രിമാളികയിൽ മണിസമ്മതം എന്ന സിനിമയിലും 2020 കാജൽ റോജാവ് എന്ന തമിഴ് സിനിമയിലും 2009 മലയാളി എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ 2021 വരെ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു. 2021 പുറത്തിറങ്ങിയ പാരീസ് ജയരാജ് എന്ന തമിഴ് ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ പടം. മികച്ച തുടക്കം ലഭിച്ചിട്ടും അദ്ദേഹത്തിന് ആ സ്റ്റാർഡം നിലനിർത്തി കൊണ്ടുവരാൻ സാധിച്ചു. ഈ ആരാണ് ജോർജ് വിഷ്ണു? മലയാളത്തിലെ എവർഗ്രീൻ നായികയായ ഷീലാമ്മയുടെ മകനാണ് ഇദ്ദേഹം. ഷീലാമ്മ ഒരു കാലത്ത് മലയാളത്തിൽ ഉണ്ടാക്കിയ സ്റ്റാർഡം അത് ബ്രേക്ക് ചെയ്യാൻ ഇന്നത്തെ നടിമാർക്ക് പോലും സാധിച്ചിട്ടില്ല. സിനിമ അഭിനയത്തിൽ ക്ലച്ച് പിടിക്കാതെ വന്ന ജോർജ് വിഷ്ണു പിന്നീട് തമിഴ് സീരിയലുകളിലേക്ക് തന്റെ കരിയർ മാറ്റി. ഇപ്പോഴും തമിഴ് സീരിയലിൽ ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. ജി തുബേന്ദ്ര, ഈ പേര് പറഞ്ഞാൽ പലരും ഓർക്കണമെന്നില്ല, എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒറ്റ കഥാപാത്രം മതി നമ്മൾ മലയാളികൾ ഇന്നും ഓർത്തിരിക്കാൻ. 1992 ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടിയുടെ തന്നെ കരിയറിൽ ഏറ്റവും മികച്ച സ്റ്റൈലിഷ് സിനിമകളിലൊന്നായ ജോണി വാക്കറിൽ മമ്മൂട്ടിയുടെ അനുജൻ കഥാപാത്രമായ ബോബിയെ അവതരിപ്പിച്ചത് ജി തുബേന്ദ്രയായിരുന്നു. ഇന്നലെ പറഞ്ഞില്ലേ ഈ ഡ്രഗ്സിന്റെ എല്ലാം അവനെ പേടിയാ എല്ലാവർക്കും. മുംബൈ സ്വദേശിയായ ജി തുബേന്ദ്ര ഒരു മലയാള സിനിമ ഉൾപ്പെടെ ആകെ 13 ഫീച്ചർ സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത്. ജി തുബേന്ദ്ര വീഡിയോ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് അഭിനയ കരിയർ ആരംഭിക്കുന്നത്. ജോണി വാക്കർ എന്ന സിനിമയ്ക്ക് ശേഷം ഏതാനും ചില ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും മിക്കവാറും സിനിമകളൊക്കെ തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. 2008 റിലീസായ ഇഷാറ എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ. ജി തുബേന്ദ്ര ഇപ്പോൾ ഏതാനും ചില വീഡിയോ സിനിമകളിലും വെബ് സീരീസുകളിലും അഭിനയിക്കുന്നുണ്ട്. അതുകൂടാതെ ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ബിസിനസ്സുമായി ഇദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ 61 വയസ്സ് പ്രായമുണ്ട്. അതിലൊന്നാമത്തേത് നിതീഷ് ഭരദ്വാജ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് പലർക്ക് അറിയില്ലെങ്കിലും 1991 പി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഗന്ധർവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് നമ്മൾ മലയാളികൾക്ക് ഇദ്ദേഹത്തെ കൂടുതൽ പരിചയം. അവരുടെ അപ്സരസുകളെക്കാൾ ഭംഗിയുള്ള പെൺകുട്ടികൾ ഈ ഭൂമിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ബൈ പ്രൊഫഷൻ ഇദ്ദേഹം ആദ്യകാലത്ത് ഒരു മൃഗ ഡോക്ടറായിരുന്നു. ആ പണി മടുത്തത് കൊണ്ടാണ് ഇദ്ദേഹം രാജിവെച്ച് നാടകത്തിലേക്ക് എത്തുന്നതും അവിടുന്ന് സീരിയലിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തുന്നത്. ദൂരദർശനിലെ പണ്ടത്തെ മഹാഭാരതം സീരിയലിൽ കൃഷ്ണന്റെ വേഷം അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സീരിയലിലേക്ക് എത്തുന്നത്. ആ കഥാപാത്രം വളരെയധികം ഹിറ്റായിരുന്നു. പിന്നീട് ധാരാളം മറാഠി സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിന് ഗന്ധർവനിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. അന്ന് ഈ സിനിമ സാമ്പത്തികമായി വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും പിന്നീട് TV സംപ്രേഷണം ചെയ്തതിനു ശേഷം ഈ സിനിമക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ലോകത്തെ അടിമകളാണ്, ദേവന്മാരുടെ അടിമ. ഈ സിനിമയ്ക്ക് ശേഷം നിതീഷ് ഭരദ്വാജിനെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരു സിനിമ എടുക്കാൻ പി പത്മരാജൻ തയ്യാറെടുത്തിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായുള്ള പത്മരാജന്റെ മരണം. അതുകൊണ്ട് ഈ സിനിമ നടന്നില്ല. എന്നാൽ 1993 മുതൽ തന്നെ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ലോക്സഭയിലേക്ക് മത്സരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ സമയം അദ്ദേഹം ഏതാനും ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. 2018 പുറത്തിറങ്ങിയ കേദാർനാഥാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ. 2020 21 ഇദ്ദേഹം വെബ് സീരീസുകളിലും അഭിനയിച്ചിരുന്നു. എന്നാൽ അതിനിടയിൽ ഇദ്ദേഹം സിനിമാ സംവിധാനത്തിലും തിരക്കഥയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. സിനിമയ്ക്ക് തിരക്കഥകൾ ഒരുക്കിയും സംവിധാനം ചെയ്തും സിനിമയിൽ സജീവമാകാൻ തയ്യാറെടുക്കുകയാണ് ഇദ്ദേഹം. നിഷാൻ KP നാനയ്യ എന്ന നടനാണ്. സൈക്കിൾ കിക്ക് എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത്. നിർഭാഗ്യവശാൽ ഇദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ തന്നെ തിയേറ്ററിൽ റിലീസാകാതെ പോവുകയായിരുന്നു.
പക്ഷേ ഈ സിനിമ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് TV-യിലൂടെ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ 2009 പുറത്തിറങ്ങിയ ഋതു എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തെ നമ്മൾ മലയാളികൾ പരിചയപ്പെടുന്നത്. ആസിഫ് അലി, റീമ കല്ലിങ്കൽ, ജയ മേനോൻ, വിനയ് ഫോർട്ട് എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. പിന്നീട് 2010 സിബി മലയിലെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അപൂർവരാഗങ്ങൾ എന്ന സിനിമയിൽ നിഷാനോടൊപ്പം നിത്യ മേനോൻ, ആസിഫ് അലി, വിനയ് ഫോർട്ട് എന്നീ താരങ്ങളും അഭിനയിച്ചിരുന്നു. ഈ സിനിമയും അത്യാവശ്യം ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ. എന്റെ നോട്ടം ഈ സ്വത്തിലും പണത്തിലും ഒക്കെ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ആസിഫ് അലി, വിനയ് ഫോർട്ട്, റീമ കല്ലിങ്കൽ, നിത്യ മേനോൻ തുടങ്ങിയവർ പിന്നീട് മലയാളത്തിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളായി മാറിയിരുന്നു. സത്യം പറഞ്ഞാൽ അപൂർവരാഗങ്ങൾ, ഋതു തുടങ്ങിയ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ യുവതികൾ, കോളേജ് കുട്ടികളൊക്കെ ഇദ്ദേഹത്തിന്റെ വലിയ ഫാനായിരുന്നു. മലയാളത്തിലേക്ക് ഒരു വലിയ താരത്തെ കിട്ടിയെന്നായിരുന്നു അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച തുടക്കം ലഭിച്ച നിഷാൻ പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു. അന്നും ഇന്നും ഈ അടുത്ത കാലത്ത് ഡാവിഡ്, റേഡിയോ, ഗീതാഞ്ജലി തുടങ്ങിയ സിനിമകളിൽ പിന്നീട് ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന് സിനിമയിൽ അധികമൊന്നും പിന്നീട് അവസരങ്ങൾ ലഭിച്ചില്ല. 2024 ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ ഇദ്ദേഹം എത്തിയിരുന്നു. അതുപോലെ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായെത്തി 2025 റിലീസായ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിലും നിഷാൻ അഭിനയിച്ചിരുന്നു. മികച്ച തുടക്കവും അവസരങ്ങളും അത്യാവശ്യം സൗന്ദര്യവും മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹം എന്തോ സിനിമയിൽ വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല. നമ്മുടെ അടുത്ത താരമാണ് ഷഫീഖ്. 1986 സാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലവ് സ്റ്റോറി എന്ന സിനിമയിലെ രാജു എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ഷഫീഖ് സിനിമയിലേക്ക് എത്തുന്നത്. അത്രയ്ക്കിഷ്ടാണോ? അതെ, ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. എന്നാൽ ആദ്യ സിനിമ തന്നെ സെൻസേഷണൽ ഹിറ്റായിരുന്നു. പുതുമുഖ താരമായ ഷഫീഖ് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയും രൂപസാദൃശ്യം കൊണ്ടും സ്റ്റൈല് കൊണ്ടും അന്നത്തെ മറ്റൊരു താരമായിരുന്ന റഹ്മാന് വെല്ലുവിളിയാകുമെന്ന് വരെ മാധ്യമങ്ങൾ അന്ന് എഴുതിയിരുന്നു. 1986-87 വർഷങ്ങളിൽ 9 സിനിമകളിലാണ് ഷഫീഖ് അഭിനയിച്ചത്. അതിൽ 7 സിനിമയും മലയാളമായിരുന്നു. എന്നാൽ ആദ്യ സിനിമ വിജയിച്ചതുപോലെ മറ്റു സിനിമകളൊന്നും വിജയിച്ചില്ല. എല്ലാം വലിയ പരാജയമായി മാറി. അതോടുകൂടി ഷഫീഖിന് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. എന്നാൽ 1986 അവസാനത്തോട് തന്നെ ഷഫീഖ് എന്ന പേര് മാറ്റി സഞ്ജയ് കുമാർ എന്ന പേരിൽ തമിഴിൽ ഓടങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ചു. എന്നാൽ ആ സിനിമയും വലിയ പരാജയമായി മാറി. പിന്നീട് 1991 അദ്ദേഹത്തിന്റെ ലുക്കൊക്കെ മാറ്റി മീശ വളർത്തി വരുൺ രാജ് എന്ന പേരും മാറ്റി തൂത്തുപോ ചെല്ലക്കിളി എന്ന സിനിമയിൽ അഭിനയിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായി 25-ലേറെ സിനിമകളിലാണ് ഷഫീഖ് അഭിനയിച്ചത്. മികച്ച തുടക്കം ലഭിച്ചിട്ടും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടും നല്ല രീതിയിൽ ഡാൻസും അഭിനയവും ഒക്കെ വശമുണ്ടായിട്ടും 3 തവണ പേര് മാറ്റി തന്റെ ഭാഗ്യം പരീക്ഷിച്ചിട്ടും ഷഫീഖിന് സിനിമാ രംഗത്ത് വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. സിനിമകളുടെ തുടരെയുള്ള പരാജയം കാരണം അവസരങ്ങൾ കുറഞ്ഞതോടുകൂടി സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് ബിസിനസ് രംഗത്തേക്ക് മാറി നല്ല ജീവിതം നയിച്ചു വരികയാണ് ഇപ്പോൾ ഇദ്ദേഹം. കഴിവും സൗന്ദര്യവും മാത്രമുണ്ടായിട്ട് കാര്യമില്ല, ഭാഗ്യം കൂടി വേണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഷഫീഖിന്റെ സിനിമാ ജീവിതം. അടുത്ത നടൻ മേള രഘു. 1980 KG ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേള എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം നായകനായി അഭിനയിച്ച നടനാണ് രഘു. സർക്കസിൽ നിന്നുമാണ് രഘു സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് 1981 സഞ്ചാരി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. കമൽഹാസന്റെ അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിലും രഘു അഭിനയിച്ചിരുന്നു. പിന്നീട് 30ഓളം സിനിമകളിൽ രഘു അഭിനയിച്ചു. 2021 പുറത്തിറങ്ങി മോഹൻലാൽ നായകനായെത്തി ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യം 2 എന്ന ചിത്രത്തിലാണ് രഘു അവസാനമായി അഭിനയിച്ചത്. മികച്ചൊരു തുടക്കം ലഭിച്ചിട്ടും രഘുവിന് പിന്നീട് വലിയ വേഷങ്ങളൊന്നും എത്താൻ സാധിച്ചില്ല. 2021 മെയ് 3-നാണ് രഘു മരണപ്പെടുന്നത്. കൊച്ചിയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇത്രയും നടന്മാരെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.